Hello friends, welcome back to the channel Essence of a Godly Man. ഇത് 2025 ആദ്യത്തെ വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. കഴിഞ്ഞ വീഡിയോകളിലെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ ദൈവഭക്തനായ ഒരു ഭർത്താവായിരിക്കാം, എങ്ങനെ ദൈവഭക്തനായ ഒരു പിതാവായിരിക്കാം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആത്മീയമായ അച്ചടക്കത്തെക്കുറിച്ചാണ്. ആത്മീയമായ അച്ചടക്കം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ വികസിപ്പിച്ചെടുക്കുവാനും ആത്മീയ ജീവിതത്തെ പരിശീലിപ്പിക്കുവാനും വേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളായിട്ട് ഈ ഒരു വീഡിയോയിൽ പങ്കുവെക്കാൻ പോകുന്നത്. ആത്മീയ അച്ചടക്കത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമൂഹത്തിലായിരിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത്, നമ്മുടെ ജീവിതശൈലി എപ്രകാരമാണ്, അത് ദൈവത്തിന് പ്രസാദകരമാണോ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആത്മീയ അച്ചടക്കത്തിൽ വരുന്ന ഒന്നാമത്തെ കാര്യമാണ് പ്രാർത്ഥന. പ്രാർത്ഥന വളരെയധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ആത്മീയ ജീവിതത്തിൽ. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് നാം ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തോട് ആശയവിനിമയം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാനായിട്ട് സാധിക്കുന്നത് യേശുവിലാണ്. നമ്മൾ അനുകരിക്കുന്നതും നമ്മൾ പിൻചെല്ലുന്നതും യേശുവിനെയാണ്. യേശു തൻ്റെ ജീവിതത്തിൽ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നാം യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരണമെന്നാണ്. യേശു ചെയ്തിരുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് പ്രാർത്ഥന. തൻ്റെ പിതാവിനോട് ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം ആ ഒരു ദൈവമായിട്ടുള്ള ബന്ധം, ആ ഒരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നിലനിർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു യേശു ക്രിസ്തു. അപ്പോൾ നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സ്വരൂപത്തോട് അനുരൂപരായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ യേശു ചെയ്തിരുന്ന വളരെ വലിയൊരു കാര്യമാണ് പ്രാർത്ഥന. രണ്ടാമത്തേത് ഉപവാസം. ഉപവാസം എന്ന് പറയുമ്പോൾ അത് ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് ദൈവത്തെ നമുക്ക് ദൈവവും നമ്മളും മാത്രമായിട്ട് ആ ഒരു വ്യക്തിപരമായ ആ ഒരു സമയം ചെലവഴിക്കുന്നതിന് ഉദ്ദേശിച്ചാണ് ഉപവസിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. അത് വളരെയധികം ആത്മീയ ജീവിതത്തെ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ആരാധന. അത് ദൈവവുമായിട്ട് നിരന്തരമായ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് ആരാധന. ദൈവം ഏറ്റവും കൂടുതൽ നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ആരാധന. ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധമാണ് ആരാധനയിലൂടെ നമ്മൾ കൂടുതൽ കാണിക്കാൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിതമായ ഒരു ജീവിതമാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളത്. ഒരു ക്രിസ്ത്യാനി ആയിരിക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ 24 മണിക്കൂറും ദൈവത്തോടുള്ള ആരാധനയിലാണ്. കാരണം അവനെ ദൈവം സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുകയാണ്. സ്വർഗത്തിൽ ആരാധനയാണ് നമ്മളുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എപ്പോഴും ആരാധന സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ ആ ഒരു 2 മണിക്കൂർ, ഞായറാഴ്ച ഏതെങ്കിലും സമയത്ത് ആ ഒരു 2 മണിക്കൂർ നടക്കുന്ന ഒരു കാര്യമല്ല ആരാധന എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂറും അവൻ ആരാധനയിലാണ്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും, നമ്മൾ ജോലി ചെയ്യുമ്പോഴും, നമ്മൾ നടക്കുമ്പോഴും, ഇരിക്കുമ്പോഴും, ഉറങ്ങുമ്പോഴും, ഏത് സമയത്തും ആ ഒരു ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ആരാധന അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ അച്ചടക്കത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായ മറ്റു ചില കാര്യങ്ങളും കൂടിയുണ്ട്. അതായത് ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത്. നമ്മൾ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കണം. അത് മനഃപ്പാഠം പഠിക്കുമ്പോൾ നമുക്ക് അത് ദൈവത്തിൻ്റെ വചനം കൂടുതൽ നമ്മുടെ ഉള്ളിൽ തറഞ്ഞു നിൽക്കുവാനായിട്ടും അത് ചില സാഹചര്യങ്ങൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ കയ്യിൽ ബൈബിൾ ഇല്ലെങ്കിൽ പോലും നമുക്ക് ദൈവത്തിൻ്റെ വചനം ഓർമ്മയിലുണ്ടാകും. അപ്പോൾ പല സാഹചര്യങ്ങളിലും നമുക്ക് അത് പ്രയോജനപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നല്ല കാര്യസ്ഥനാവുക. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന റിസോഴ്സുകൾ അതെല്ലാം നമ്മൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യുക. നല്ലൊരു കാര്യവിചാരകനായി തീരുക എന്ന് പറയുന്നത് ആത്മീയമായ അച്ചടക്കത്തിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ സുവിശേഷ വേല ചെയ്യുക എന്ന് പറയുന്നത് അത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ദൈവത്തിൻ്റെ വചനം, സുവിശേഷം മറ്റുള്ളവരോട് അറിയിക്കുക, നഷ്ടപ്പെട്ടു പോയതിനെ തിരഞ്ഞുപിടിക്കുക, കണ്ടെത്തുക. സുവിശേഷ വേല എന്ന് പറയുന്നത് ദൈവം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ നഷ്ടപ്പെട്ടു പോയതിനെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നഷ്ടപ്പെട്ടു പോയവരായിരുന്നു നമ്മൾ ഓരോരുത്തരും.
നാമും ദൈവത്തിൻ്റെ വചനം സുവിശേഷം മറ്റുള്ളവരിലേക്ക് അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ദൈവം തൻ്റെ പ്രിയപുത്രനിലൂടെ വീണ്ടെടുത്ത് നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചിരിക്കുന്നത്. ആ ഒരു ദൗത്യം നമ്മളെ വരമേൽപ്പിച്ചിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. ദൈവത്തിൻ്റെ സുവിശേഷം, ദൈവത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡീസ്, വ്യക്തികളായിട്ട് ഒരു ബൈബിൾ പഠനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. പരസ്പരമുള്ള ആ ഒരു ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും സ്വയം നമുക്ക് പഠിക്കുവാനും ഉള്ള ഒരു നല്ലൊരു മാർഗമാണ് ചെറിയ ചെറിയ ബൈബിൾ സ്റ്റഡീസ്. അതുപോലെ തന്നെ കൂട്ടായ്മകൾ, വിശുദ്ധന്മാരായിട്ടുള്ള ആ ഒരു കൂട്ടായ്മകൾ എപ്പോഴും ആഗ്രഹിക്കുക. അത് എവിടെ ഉണ്ടെങ്കിലും പോയി അറ്റൻഡ് ചെയ്യുക. ആ വചനങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കുക, അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ദൈവത്തോടുള്ള ആ ഒരു സ്നേഹവും ആത്മാർത്ഥതയും വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ മറ്റ് ആളുകളോടുള്ള മനുഷ്യരോടുള്ള ആ ഒരു സ്നേഹത്തെയും അവരെ രക്ഷിക്കുവാനുള്ള ആ ഒരു നമ്മുടെ ആ ഒരു വലിയ ദൗത്യത്തെ നമ്മൾ കൂടുതലായിട്ട് ഓർക്കുവാനും കൂടുതലായിട്ട് അതിനുവേണ്ടി അധ്വാനിക്കുവാനും നമുക്ക് സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ ഒരു സ്വഭാവത്തെ, അവൻ്റെ ജീവിതത്തെ നമുക്ക് പകർത്തിയെടുക്കുവാനായിട്ട് നമ്മളെ കൂടുതൽ സഹായിക്കും. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. നാം ഓരോരുത്തരും അവൻ്റെ ആ ഒരു സ്വരൂപത്തോട് അനുരൂപരായി തീരേണ്ടത് വളരെയധികം ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കുടുംബത്തോടൊപ്പം ഒരുമിച്ച് ഇരുന്നുകൊണ്ട് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു കുടുംബത്തെ കൂടുതൽ ആത്മീയമായ അച്ചടക്കത്തിൽ ഉറപ്പിക്കുന്നതിന് ഇടയാക്കും. നമ്മുടെ മക്കൾ ആ ഒരു ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ, ആത്മീയമായ അച്ചടക്കത്തിൽ അവരും വളരുവാനായിട്ട് ഇടയാകും. നമ്മുടെ കുടുംബം ഏറ്റവും ദൃഢമായിരിക്കും. ആ ഒരു ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിലും ദൈവത്തോടുള്ള സ്നേഹവും ആ ഒരു ഭക്തിയും, അതെല്ലാം ആ കുടുംബം ഒന്നായി ചെയ്യുമ്പോൾ ദൈവം വളരെയധികം സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു വർഷത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമയങ്ങളെല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. വചനം വായിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുവാനും നമുക്ക് നല്ല സമയങ്ങൾ ദൈവം നൽകട്ടെ. ദൈവം നമുക്കത് നൽകുന്ന സമയത്തിന് നമ്മളെല്ലാവരും കണക്ക് കൊടുക്കേണ്ടവരാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ സമയം, ഒരു പുതിയ വർഷം ദൈവം നമുക്ക് നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാതെ പോയ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം ഈ ഒരു വർഷത്തിൽ നമുക്ക് ചെയ്യുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ദൈവത്തോട്ടുള്ള ആ ഒരു വിശ്വസ്തതയിൽ നമ്മളെപ്പോഴും മുറുകെ പിടിക്കുക. നമുക്ക് പ്രതിസന്ധികളും പ്രതികൂലങ്ങളെല്ലാം വരും, നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും വരും. പക്ഷേ അതിൽ നിന്നൊന്നും നമ്മുടെ ചിന്തകളെയും നമ്മുടെ ആ ഒരു ദൈവത്തോടുള്ള അടുപ്പത്തെയും നമ്മളെ അതിൽ നിന്ന് പിന്മാറ്റാതെ എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് എപ്പോഴും എന്ത് കാര്യത്തിനാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും എല്ലാം നമുക്ക് നല്ല ഒരു വർഷമായിരിക്കട്ടെ. ദൈവത്തോട് കൂടുതൽ ഈ ഒരു വർഷത്തിൽ നമുക്ക് കൂടുതൽ ദൈവത്തോട് ചേർന്നിരുന്നുകൊണ്ട് അവന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട് എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം ഈ ഒരു വർഷം അതിനായി സഹായിക്കട്ടെ. എല്ലാവർക്കും നന്ദി.